കേരള സർവകലാശാലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം സർവകലാശാല ആസ്ഥാനത്ത് പരിസരത്തുണ്ട്. ഇന്നിപ്പോൾ നാടകീയ രംഗങ്ങൾക്കാണ് ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സർവകലാശാലയിലേക്ക് രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കായി പ്രവേശിക്കുകയായിരുന്നു. അദ്ദേഹത്തെ തടയണമെന്ന VC-യുടെ ഉത്തരവ് അത് നടപ്പായില്ല. അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് എത്തി. അല്പസമയം മുൻപായിരുന്നു ഡോക്ടർ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് എത്തിയത്. ഇപ്പോൾ സർവകലാശാലയിലേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ിന്റെ പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ DYFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പ്രതിഷേധിക്കും. പോലീസ് സന്നാഹം പ്രതിഷേധം അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയാണ് സർവകലാശാലയിൽ ആയത്. രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെ തടയണമെന്ന VC-യുടെ ഉത്തരവ് അത് ഇന്ന് നടപ്പായില്ല എന്നുള്ളതും ഏറെ നൽകിയിരുന്നു. അനധികൃതമായി ആരെയും പ്രവേശിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു VC-യുടെ ഉത്തരവ്. എന്നാൽ ആ ഉത്തരവ് ഇന്ന് നടപ്പിലായില്ല. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രതിഷേധക്കാരെ പോലീസ് നീക്കുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും പ്രതിഷേധം കത്തിക്കയറുകയാണ്. കഴിഞ്ഞ പോലീസിന്റെ വലിയ സുരക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്നവരെയൊക്കെ നിരീക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെയായിരുന്നു പോലീസ് കടത്തിവിട്ടത്. എന്നാൽ ഈ ASF പ്രവർത്തകരാകട്ടെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചു. അവർ ഇവിടേക്ക് എത്തി ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധം നമുക്ക് കാണാം. അവർ ഒരുമിച്ച് സംഘടിച്ചെത്തി നേരെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ആ നീക്കം പോലീസും തമ്മിലുള്ള ഉന്തും തള്ളും സംഘർഷവും ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കൂടുതൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിലേക്ക് അവിടെ ഉണ്ട്. അടുത്തപ്പോഴാണ് പോലീസുമായി സംഘർഷം ഉണ്ടായത്. കൂടുതൽ പോലീസ് വിന്യാസം അടക്കം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരുന്നെങ്കിൽ അവരിവിടെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്